ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ ഷാർജ ഷേക്ക് നല്ല ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അത് 3 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് പാല് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് അതൊന്ന് പൊട്ടിച്ചെടുത്തതാണ്. പാല് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. അതല്ല കുറച്ച് മധുരം മതിയെങ്കിൽ പഞ്ചസാര ഇതിലും കുറച്ച് മാത്രം എടുത്താൽ മതി. പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ചേർക്കുന്നത്. ബൂസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഹോർലിക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഷേക്ക് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇതിൽ അല്പം പോലും വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മുടെ ഷേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ ഷേക്ക് നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ഒന്നും നിർബന്ധമില്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ഇനി നമുക്കിതിന് മുകളിൽ ഒരു കാഷ്യൂനട്ട് കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്ട്രോ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഷേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.